ചിലപ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ ഇതുപോലെ പഴം ബാക്കി വരാറില്ലേ? അപ്പോൾ നമുക്ക് പഴം വെച്ച് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കിയാലോ? പഴത്തിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വറുത്തതോ വറുക്കാത്തതായിട്ടുള്ള റവ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 1/2 കപ്പ് ചിരകിയ തേങ്ങയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു തിക്നെസ്സിൽ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇതുപോലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്താൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെയുള്ള ചെറിയ ബൗളുകളിൽ നെയ്മയം പുരട്ടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ തയ്യാറായി.